ആദ്യമായി ശ്രീ ടൊവിനോ തോമസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി നടൻ ടൊവിനോ തോമസ്. സമാധാനപരമായ പ്രതിഷേധത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ശരിയും തെറ്റും ആപേക്ഷികമാണ്. പക്ഷേ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനെ ഒരിക്കലും ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ തുടങ്ങുന്നത് തന്നെ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഭാവി തലമുറ പ്രതികരിക്കുമ്പോൾ അതിനെ അതിശക്തമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്നത് തെറ്റാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ തന്നെ അമർച്ച ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള നടപടികൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അദ്ദേഹം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, വെൻ ദ ഫ്യൂച്ചർ ജനറേഷൻ ഓഫ് എ നേഷൻ സ്പീക്സ് അപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവർ ഫ്യൂച്ചർ ജനറേഷൻ അല്ല, കറണ്ട് ജനറേഷനാണ്. ഭാവി തലമുറയല്ല ഈ സംസാരിക്കുന്നത്, ഇപ്പോഴത്തെ തലമുറയാണ് എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? ഈ യുവാക്കൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് പോലീസ് അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ബലം ഉപയോഗിക്കുന്നു, അവരുടെ ശബ്ദത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, അതുവഴി ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നത് വാട്ട് ഡിഡ് ദീസ് സ്റ്റുഡൻസ് ഡു റോങ് എന്നാണ്. എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത് ഡിഡ് ദ ഡിസ്ട്രോയ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അവരേതെങ്കിലും വസ്തുവകകൾ നശിപ്പിച്ചിട്ടുണ്ടോ? അത് പൊതുമുതലാകാം, സ്വകാര്യ വസ്തുക്കളാകാം, എന്തായാലും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ അവർ നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ പൊട്ടങ്കളി എൻ്റെ അടുത്ത് വേണ്ട. മൂന്നാമത് ഡിഡ് ദ റിസോർട്ട് ടു വയലൻസ് എന്നാണ്. അവർ അക്രമത്തിലേക്ക് പോയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വാട്ട് എക്സാക്ട്ലി ഡിഡ് ദ ഡു ടു ഡിസേർവ് ദിസ് ട്രീറ്റ്മെൻറ്റ്? എന്താണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു പ്രതികരണം പോലീസിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന് അവർ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഈ ആൾക്കാരെല്ലാവരും തന്നെ ഒരു ജസ്റ്റ് കോസിന് വേണ്ടിയിട്ടാണ്, വളരെ നീതീകരിക്കപ്പെടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ വിയോജിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കുന്ന ആൾക്കാരോടൊപ്പം താൻ നിൽക്കുകയാണ്, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നാമത് ടൊവിനോ പറയുന്ന ഇത് ഒരു ജസ്റ്റ് കോസ് ആണ്, അതായത് ഇത് നീതീകരിക്കപ്പെടാവുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന കാര്യത്തിൽ ഞാനും അദ്ദേഹത്തിനോടൊപ്പമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു മിനിസ്റ്റീരിയൽ ഇറസ്പോൺസിബിലിറ്റി ഈ കാര്യത്തിൽ ഉണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക്, രാജ്യത്തിന് മൊത്തത്തിലും ബോധ്യമാകുന്ന തരത്തിലുള്ള റിഫോർമേഷൻസ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. കുറേ കാര്യങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിലെന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. 100% ഞാൻ യോജിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അത് കേന്ദ്ര സർക്കാർ തടഞ്ഞിട്ടില്ല, പോലീസ് തടഞ്ഞിട്ടില്ല, കോടതി തടഞ്ഞിട്ടില്ല. ഡൽഹിയിൽ അവർ സമ്മേളിക്കുന്നു. ജന്തർ മന്ദർ എന്ന ഡെസിഗ്നേറ്റഡ് പ്രൊട്ടസ്റ്റ് സൈറ്റിൽ അവരവിടെ പ്രതിഷേധിക്കാനായിട്ട് വരുന്നു. ദിവസങ്ങളോളം അവരവിടെ പ്രതിഷേധിക്കുന്നു. പിന്നീട് നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. അതിനുശേഷം അത് കോടതിയുടെ തന്നെ ഒരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ഡൽഹി പോലീസ് സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് നീക്കം ചെയ്ത് സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അത് ഡിറ്റൻഷനാണ്, അറസ്റ്റാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും അങ്ങനെ പറഞ്ഞു. പക്ഷേ അതൊന്നും അങ്ങനെയല്ല എന്ന് ഡൽഹി കോടതി തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത്രയും ഡൽഹി കോടതി പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ഈ CJP പ്രൊട്ടസ്റ്റേഴ്സും പല രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്പോഴും പറയുന്നത്, നമ്മുടെ നാട്ടിലെ മാതൃഭൂമി ഉൾപ്പെടെ പറയുന്നത് സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ്. അത് തെറ്റാണ് എന്നുള്ള കാര്യം വന്നതിന് ശേഷവും ഈ നുണ പ്രചരിപ്പിക്കാനായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളതിനേക്കാൾ കൂടിയ സുരക്ഷാ പ്രോട്ടോക്കോളാണ് ഡൽഹിയിലുള്ളത്. രണ്ടാമത് പാർലമെന്റ് ഇപ്പോൾ സെഷനിലാണ്. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച്, പ്രത്യേകിച്ച് പാർലമെന്റ് മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് പെർമിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കാര്യം, ജന്തർ മന്ദറിലെ പ്രതിഷേധം എന്നത് നിയമപരമായി അംഗീകൃതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നുവെങ്കിൽ ഈ പാർലമെന്റ് മാർച്ച് എന്നത് നിയമവിരുദ്ധമാണ്, അംഗീകാരമില്ല, അതിന് യാതൊരു വിധത്തിലുള്ള പെർമിഷനും അവിടുത്തെ ഡൽഹി പോലീസ് കൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏത് നേരത്താണോ
അടുത്തത്, ഈ ടൊവിനോയുടെ പോസ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്നത് ഈ പ്രതിഷേധക്കാരവിടെ ചെന്നപ്പോൾ അവരെ കാത്ത് ലാത്തിയും വടിയും ഒക്കെ ആയിട്ട് പോലീസുകാരവിടെ നിൽക്കുകയായിരുന്നു. അവർ വന്ന സമയത്ത് തന്നെ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചു എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു, ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നടന്നിരിക്കുന്ന അതിക്രമത്തിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കാണാത്തത് എന്ന്. അദ്ദേഹം കണ്ടിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോയോടൊപ്പം അത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. പൊതുമുതലും സ്വകാര്യ മുതലും അവർ നശിപ്പിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. പോലീസിൻ്റെ വാഹനങ്ങൾ എന്ന് പറയുന്നത് പൊതുമുതലിൽ പെടുന്നതാണ്. മറ്റു വാഹനങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടേത്, സ്വകാര്യ പ്രോപ്പർട്ടിയുമാണ്. ഇതൊരുമാതിരി അതർ സൈഡ് പരിപാടി എന്താ മറ്റടുത്ത പരിപാടി. അതെല്ലാം തന്നെ നശിപ്പിക്കുന്ന, വാഹനങ്ങളുടെ വിൻഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്ന, അതിൻ്റെ വൈപ്പറുകളും മറ്റും ഇളക്കിയെടുക്കുന്ന, വാഹനങ്ങൾ തള്ളിമറിക്കുന്ന, പോലീസിൻ്റെ വാഹനം തന്നെ നശിപ്പിക്കുന്ന, സ്വകാര്യ വാഹനങ്ങളുടെ മുകളിലേക്ക് കയറി നിന്ന് ചവിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടൊവിനോയുടെ ഭാഷയിലെ ഭാവി തലമുറ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. സിംഹത്തിന്റെ താടിയിലൊരച്ച നിങ്ങൾ വീടി കത്തിച്ച. ഇനി അദ്ദേഹം ചോദിച്ച അടുത്ത ചോദ്യം, ഡിഡ് ദേ റിസോർട്ട് ടു വയലൻസ് എന്നാണ്. അവർ ഏതെങ്കിലും തരത്തിൽ അക്രമം അഴിച്ചുവിട്ടോ എന്നുള്ളതാണ്. അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം ടൊവിനോ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ അക്രമത്തിനെ തുടർന്ന് 118 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കുപറ്റിയത്. പല റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർക്കാണ് പരിക്കുപറ്റിയത്. അതിൽ പല ആൾക്കാരും രക്തം വാർന്ന മുഖവുമായി അവിടെ നിൽക്കുന്നത് കാണാമായിരുന്നു. അവരെയൊക്കെ കല്ല് വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ എന്തിനാണ് സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ കല്ല് വലിച്ചെറിയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. സ്റ്റോൺ പെൽറ്റിങ്ങിൻ്റെ നിരവധി വിഷ്വൽസ് ഇവിടെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും കാണിച്ചിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിൽ എന്തിനാണ് പോലീസിന് നേരെ കല്ലെറിയുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ വയലൻസ് കാണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇനി ഈ വയലൻസ് കാണിച്ചിരിക്കുന്നത് പുരുഷന്മാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ മാത്രമല്ല, വനിതാ പോലീസുമാർക്കെതിരെയും ഉണ്ട്. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അവിടെ സമാധാനപരമായിട്ട് ബാരിക്കേഡ് വെച്ച് ഇവരെ തടഞ്ഞിട്ട് ബാരിക്കേഡിന് ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്ന പോലീസുകാരുടെ നേർക്ക് ഈ പ്രതിഷേധക്കാരിൽ ചിലർ വന്നിട്ട് അവരുടെ മുഖത്തേക്ക്, അവരുടെ ചെവിയിലേക്ക് ഒക്കെ പെപ്പർ സ്പ്രേ അടിക്കുന്ന ചില ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. എന്തിനാണ് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിൽ പോലീസ് ഒരാക്ഷനും എടുക്കാതെ നിൽക്കുന്ന സമയത്ത് അവരുടെ അണ്ണാക്കിലേക്ക് പെപ്പർ സ്പ്രേ അടിക്കുന്നത് എന്നതിനെക്കുറിച്ച് ടൊവിനോ പറഞ്ഞാൽ നന്നായിരിക്കും. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഇങ്ങനെ സംഭവിച്ചാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ ഡോക്ടർ അത് തന്നെ പറഞ്ഞത്. എന്തെങ്കിലും ചെയ്യാൻ ഇതിനകത്ത് വല്ലതും വേണ്ടേ?